അപ്പോൾ എൻ്റെ പേര് വിഷ്ണു പല്ലവിയിൽ. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ്. ഒരു ഫാഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ്. കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ ആയപ്പോഴത്തേക്കും വർക്ക് ഫ്രം ഹോം തന്നിട്ട് എല്ലാവരും നാട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ തിരുവനന്തപുരത്തോട്ട് വന്നതാണ്. അപ്പം വെറുതെ ഇങ്ങനെ ലോക്ക്ഡൗണൊക്കെയാണ്, ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് വീട്ടിലുള്ള വണ്ടിയൊക്കെ അടുത്തങ്ങ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ ശ്രീരാജരാജേശ്വരി എന്ന് പറഞ്ഞ ചാനൽ. അപ്പോൾ പലരും പറഞ്ഞ് ഇങ്ങനെ വീട്ടിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഗാരേജിനകത്ത് തന്നെ. അപ്പോൾ ഒരു കാഴ്ചക്കൊരു ഭംഗിയില്ല എന്ന് പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ലോക്ക്ഡൗൺ ആണ്, വെറുതെ റിസ്ക് വേണ്ട, ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പുറത്തിറങ്ങുന്നത് ശരിയല്ല, ഈ റിവ്യൂ എന്നും പറഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു മോശം പരിപാടി. അപ്പോൾ അത് വിചാരിച്ച് വേണ്ട, വീട്ടിനകത്ത് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ചെറുതായിട്ടൊന്ന് മാറി, കുഴപ്പമില്ല, വണ്ടികളൊക്കെ ഓടിത്തുടങ്ങി. അപ്പോൾ എന്നാൽ പിന്നെ ഒരു വണ്ടിയുടെ റിവ്യൂ പുറത്ത് വെച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ വെച്ച് തന്നെ റിവ്യൂ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ക്യാമറമാൻ്റെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുത്ത് ഈ വണ്ടിയും ഓടിച്ച് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ, ആരെങ്കിലുമൊക്കെ ഒന്ന് അവൈലബിൾ ആയിട്ട് സ്വസ്ഥമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ക്യാമറമാനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ തട്ടിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങ് തുടങ്ങുകയാണ്. അപ്പം വെൽക്കം ടു ദ ചാനൽ. അപ്പം ഞാൻ ഈ ചാനൽ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരൻ, അതായത് വണ്ടിയെക്കുറിച്ച് വലിയ ബേസിക് കാര്യങ്ങൾ മാത്രമേ അറിയൂ, വലുതായിട്ടൊന്നും അറിയത്തില്ല എന്നെ പോലെ. അപ്പം ഞാനും വണ്ടിയായിട്ട് വലിയ ബന്ധമില്ല, എനിക്ക് കുറച്ച് വണ്ടികളുണ്ടെന്നല്ലാതെ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഒന്നും വലുതായിട്ട് പിടിയുള്ള ഒരാളല്ല. നല്ല വണ്ടി നോക്കി അങ്ങ് എടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുന്ന ഒരു മനുഷ്യന് എങ്ങനെ ഉപകാരപ്പെടും, എന്തൊക്കെ പണി വരാം, അത് കൂട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പൊതുവേ നോക്കാറ്. ഇതുവരെയുള്ള വീഡിയോ കണ്ടവർക്കറിയാം, ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെ റിവ്യൂ ചെയ്യുന്നു അതേ കൂട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ നോക്കാം എങ്ങനെയാണ് പോകുന്നത്. ഇതുപോലെ പുതിയ വണ്ടികൾ വരുന്നുണ്ട്, റിവ്യൂ ചെയ്യാനായിട്ടുള്ള ആലോചനയിലാണ്. ഉടനെ തന്നെ അതിനോട്ട് ഇറങ്ങുന്നുമുണ്ട്. കാര്യം ഈ ലോക്ക്ഡൗൺ ആണ്, കൊറോണയാണ്, കഴിയുന്നതും പുറത്തിറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പുറത്തോട്ടിറങ്ങിയുള്ള റിവ്യൂസ് അധികം ഇടാത്തത്. പോകെ അതും വരും. അപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തൊരു വീഡിയോസൊക്കെ ഭാവിയിൽ വരും. നമ്മളിപ്പോൾ ഇന്ന് ഇഗ്നിസിനെയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സ്വന്തം വണ്ടി തന്നെ, അതോ ഇതാണ് വണ്ടി. ബാക്കി നമുക്ക് വണ്ടി അകത്തേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇഗ്നിസ് എന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഇത് നെക്സ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന വണ്ടിയാണ്. നമ്മുടെ മാരുതി ഷോറൂമിൽ കിട്ടുന്ന വണ്ടിയല്ല, നെക്സയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് പെട്രോൾ വേരിയൻ്റ് ആണ് നമ്മളിപ്പോൾ ഇന്ന് ഓടിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 1200 cc എഞ്ചിനാണ് വരുന്നത്. വണ്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ ഓൾട്ടോ എൻ്റെ കയ്യിലുള്ള വണ്ടി തന്നെയാണ്, 850 കിലോയാണ് വണ്ടിയുടെ വെയിറ്റ്. അതേ സമയത്ത് ഇതേ സംഭവം ഓൾട്ടോ എന്ന് പറയുന്ന 800 cc എഞ്ചിനാണ്. ഇത് 1200 cc ഉള്ള എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ ബോഡി വെയിറ്റും 840 തൊട്ട് 865 കിലോയേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഒട്ടും വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു റോഡിലോട്ടൊരു ഗ്രിപ്പില്ലാത്തൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. ഇനി വേറെ ആൾക്കാരുടെ അഭിപ്രായം നമുക്കറിയത്തില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കമൻറ്റിൽ വരും ഇനി ഞാനിതിനെ മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വന്നിട്ട് പവറും വലിവും ഒക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഇതിലെ പവറിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലിപ്പം 82 bhp 6000 RPM ആണ് വരുന്നത്. 6000 RPM അത്രയും വരെ പോകണം. പിന്നെ 113 Nm ടോർക്ക്, അത് 4200 RPM. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കൊടുത്തു പോയാൽ പവർ കിട്ടും. നമ്മൾ ഈ സാധാരണ പെട്രോൾ വണ്ടി പോലെ
പതുക്കെ പതുക്കെ കാല് കൊടുക്കാതെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല. വലിയ പവർ ഫീൽ ചെയ്യത്തുമില്ല. എനിക്ക് തന്നെ ഇതിപ്പോൾ ഒരു 100-ലോട്ടൊക്കെ എത്തിക്കാനായിട്ട് നല്ലപോലെ കാല് കൊടുത്താലേ അങ്ങനെ കയറി പോകത്തുള്ളൂ. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഓൾട്ടോയുടെ ആക്സലറേഷൻ ആണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കാല് കൊടുക്കുക, നമ്മളൊരു നോർമൽ രീതിക്ക് കാല് കൊടുത്ത് പോകുന്നതിന് കുറച്ചുകൂടെ വലിവ് എനിക്ക് ഓൾട്ടോയ്ക്കാണ് ഫീൽ ചെയ്യുന്നത്. ഇത് വലിക്കുന്നില്ല എന്നല്ല, പക്ഷെ ഒരു നോർമൽ വലിവ് അത്രേ ഉള്ളൂ. നമ്മുടെ ഇത് ബേസ് മോഡലാണ്. ശരിക്കും ബേസ് മോഡൽ എന്ന് പറയുന്നത് ഇതൊരു വാഗണാറിന്റെ റീപ്ലേസ്മെന്റ്, ഒരു ഫുൾ ഓപ്ഷൻ വാഗണാറിന്റെ റീപ്ലേസ്മെന്റ് ഓപ്ഷൻ എന്നുള്ള രീതിക്കാണ് ഞാനിത് മേടിച്ചത്. ശരിക്കും വാഗണാർ മേടിക്കാനാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ തോന്നി എന്തോ ഒരു ഫീച്ചേഴ്സ് കുറവ്. ഇതിപ്പോൾ എടുത്തിട്ട് 2 വർഷം കഴിയുന്നു, 2-3 വർഷമായി. അപ്പോൾ അന്ന് വാഗണാറിന്റെ ഫുൾ ഓപ്ഷനിൽ വരുന്നത് ABS എയർ ബാഗ് ഒന്നും വരത്തില്ലായിരുന്നു. ഇതിന്റെ ബേസ് മോഡലിൽ തന്നെ ABS ഉണ്ട്, 2 എയർ ബാഗ് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ലോക്കിങ് താക്കോലിൽ വരുന്നുണ്ട്, ഇത് റിമോട്ട് കീ വരത്തില്ല. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വാഗണാറിന്റെ ഒരു ഫുൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാലും അന്നത്തെ കാലത്ത് അതില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ 1.2 ലിറ്ററും ഒക്കെ വാഗണാറിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നൊരു നല്ല ഓപ്ഷനാണ്, ഇപ്പോഴും നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഒരു ഡിഫറെന്റ് ആണ്. കാര്യം നെക്സ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം ആയി. വാഗണാറിനേക്കാളും ഏതാണ്ട് ഒരു 50,000 രൂപയുടെ വ്യത്യാസമേ ഇതിന് വരുന്നുള്ളൂ, ഫുൾ ഓപ്ഷൻ വാഗണാറിനും ഇതിന് ബേസ് മോഡലുമായിട്ട്. അത്രയും പോലും ഇല്ലായിരുന്നു അന്ന്. ഞാൻ എന്തോ ഓഫറിലൊക്കെയാണ് എടുത്തത്, എക്സാക്ട് പ്രൈസ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എനിവേ നമ്മൾ വാഗണാർ നോക്കുന്നതിന് പകരം കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല എന്താ പറയുക, കുറച്ചുകൂടെ ഒരു പ്രീമിയം വണ്ടിയിലിരിക്കുന്ന ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടും. ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്വാളിറ്റി നോക്കിയാൽ തന്നെ കുറച്ചും കൂടെ ഒരു കട്ടിക്കുള്ള ഒരു പ്ലാസ്റ്റിക് ആണ്. എനിക്ക് ശരിക്കും ഇത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു എസ്റ്റീമിന്റെ ഒക്കെ ഒരു ഫീലാണ് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരു കുറച്ച് ലെതർ പോലെയൊക്കെ തോന്നും, പ്ലാസ്റ്റിക് ആയിട്ട് തോന്നത്തില്ല. നേരെ മറിച്ച് ഇപ്പോൾ വാഗണാറിലാണെങ്കിലോ ഓൾട്ടോയിലാണെങ്കിലോ ചെറിയ വണ്ടികളിലെല്ലാം തന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫീല് കുറച്ച് അധികമായിട്ട് വരും. അതായത് ഹോൺ ആണെങ്കിൽ തന്നെ വേണ്ട ഞെങ്ങുന്ന ആ ഒരു ലെതറെ പിടിക്കുന്ന ഒരു ഫീല് പോലെയാണ് തോന്നുന്നത്. കുറച്ചും കൂടെ ശരിക്കും പറഞ്ഞാൽ ഇത് എസ്റ്റീമിന്റെ ആ സംഭവം പോലെ തന്നെ തോന്നും. ആ ഒരു രീതിക്കുള്ള ഒരു ഫീലും ലുക്കും എല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രീമിയം ലുക്കാണ്, വലിയ ഡിഫറൻസും വരത്തില്ല വിലയ്ക്ക്. അതുകൊണ്ട് ഇതൊരു നല്ല ഓപ്ഷനാണ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം ഇതിന്റെ. അപ്പൊ ഇത് കുറച്ച് മോഡിഫിക്കേഷൻ, അതായത് ഒരു അലോയ്സും കുറച്ച് ഗ്രാഫിക്സും ഒക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരു വാഗണറിനേക്കാളും ബെറ്റർ ചോയ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്കൊക്കെ ഒന്ന് നോക്കാം. ഇന്റീരിയർ വന്നപ്പോൾ നമുക്ക് 2 ഡോറിൽ പവർ വിൻഡോസ് വരും. പിന്നെ സെൻട്രൽ ലോക്കിങ് മാനുവൽ ആയിട്ടുള്ളത് വരും, റിമോട്ട് കീ വരത്തില്ല. പിന്നെ ഇന്റേണലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ഒന്നും വരത്തില്ല. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷെ ഫാബ്രിക്കിന്റെ ഗുണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇരിക്കാൻ സുഖമാണ്, ഒരു സോഫയിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടും. പിന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് RPM മീറ്റർ വരത്തില്ല. നോർമൽ സ്പീഡോമീറ്റർ, ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഫ്യൂവലും കിലോമീറ്ററും ഇൻസ്റ്റന്റ് മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. മൈലേജ് എത്ര കിലോമീറ്റർ ഓടും എന്നൊക്കെ കാണിക്കും. പിന്നെ എക്സ്ട്രാ ഫോഗ് ലാമ്പ് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. അതായത് നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ആ ബീം ഉയർത്തുകയും താത്തുകയും ചെയ്യാൻ പറ്റും. സ്റ്റീരിയോ ബേസ് മോഡൽ ആയതുകൊണ്ട് വരത്തില്ല. ഇതിപ്പോ ഞാൻ പൈനീറിന്റെ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ AC ഓട്ടോമാറ്റിക് AC അല്ല വരുന്നത്, മാനുവൽ ആണ്. നമ്മുടെ നോർമൽ ഒരു വണ്ടിയിൽ കാണുന്ന പോലത്തെ കൺട്രോളുകളൊക്കെ ഉള്ളൂ. ഗിയർ ബോക്സ് വരുന്നത് നമുക്കൊരു 5+1 റിവേഴ്സ് അതാണ് വരുന്നത്. പിന്നെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഈ വാനിറ്റി മിറർ കാണത്തില്ല, പിന്നെ ഡിം ചെയ്യുന്ന മിറർ കാണത്തില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതില്. കണ്ടില്ലേ, സൈഡിലുള്ള മിറർ അവര് കട്ട് ചെയ്തു. അത്രയൊക്കെയാണ് ഇന്റീരിയറിൽ പ്രധാനമായിട്ട് വരുന്നത്. വേറെ കണ്ടില്ലേ, മിറേഴ്സ് ഒന്നും വരത്തില്ല. ഒരു പ്രീമിയം വണ്ടിയുടെ കുറച്ച് ഫീച്ചേഴ്സ് കട്ട് ചെയ്ത് ഇറക്കിയതാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ വിൽക്കാനായിട്ട്. അത് എഞ്ചിൻ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സ്വിച്ച് അല്ല, ബട്ടൺ. ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മാനുവൽ വിൻഡോസ് ആണ് വരുന്നത്. 2 ഡോറിലും സ്പീക്കറിന്റെ ഇത് വരും. വേറെ AC ഔട്ട്ലെറ്റ് ഒന്നും ബാക്കിൽ വരത്തില്ല, ഒരു കപ്പ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല വെയിലുള്ള സമയത്ത് ബാക്കിലോട്ട് തണുപ്പ് കിട്ടാൻ ഇച്ചിരി പാടാണ്, എന്നാലും കുഴപ്പമില്ല. AC നല്ല പവർഫുൾ ഒക്കെയാണ്. ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. ഓപ്പൺ ചെയ്ത് കാണിക്കാം, കണ്ടില്ലേ. ഇതിൽ നമ്മുടെ പാഴ്സൽ ട്രേ വരത്തില്ല, അതായത് ആ ഒരു തട്ട് പോലെ മുകളിൽ വരുന്നത് വരത്തില്ല. അപ്പൊ അതിന് ചില ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം.
ഇതിൽ വരത്തില്ല, വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഒരു സ്റ്റെപ്പിന് അതും നോർമൽ സ്റ്റീലാണ് വരുന്നത്. ബേസ് മോഡൽ ആകുമ്പോൾ സ്റ്റീൽ റിംസേ വരത്തുള്ളൂ. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇന്റീരിയറിൽ പറയാനുള്ളത്. നമുക്ക് എഞ്ചിൻ ഒന്ന് കാണാം. എഞ്ചിൻ ഞാൻ നേരത്തെ പറഞ്ഞു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 4 സിലിണ്ടർ, 1, 2, 3, 4 സിലിണ്ടർ ആണ് ഇതിൽ വരുന്നത്. അപ്പൊ 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സൈലന്റ് ആയിരിക്കും വണ്ടി. പക്ഷെ കുറച്ച് പെട്രോൾ കൂടി കൂടുതലായിരിക്കും. 4 സിലിണ്ടർ ആകുമ്പോൾ ഊഹിക്കാമല്ലോ, കുറച്ചും കൂടെ കൺസപ്ഷൻ കൂടുതലായിരിക്കും പെട്രോളിന്. അത്യാവശ്യം സ്മൂത്ത് ആണ്. പിന്നെ ഇതില് എക്സ്റ്റീരിയർ നോക്കുമ്പോൾ നമുക്കിതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഈ വീൽ ആർച്ചുകൾ കണ്ടില്ലേ, ഇച്ചിരി പ്രൊജക്ട് ചെയ്താണ് ബോഡിയിൽ നിന്ന് നിൽക്കുന്നത്. നമ്മളിപ്പോ ഒരു സൈഡ് മിററിൽ കൂടെ നോക്കി ഒരു റിവേഴ്സ് എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ വീൽ ആർച്ച് നമുക്ക് കാണാൻ ഒക്കത്തില്ല. ഇത് കൂട്ട് തട്ടിയിട്ട് സ്ക്രാച്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ അപ്പുറത്തെ സൈഡിൽ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. വണ്ടി ചെറുതായിട്ടൊന്ന് ഉരഞ്ഞിട്ടുണ്ട്, ഇവിടെ അല്ല ഫ്രണ്ടില്. ഇതാണ്ടില്ലേ, ഇത് നമുക്ക് പെട്ടെന്ന് ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി ഇങ്ങനെ കർവി ആയിട്ടിരിക്കുന്നു, ആ സാധനം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു. ഞാൻ ആ മിററിൽ കൂടെയുള്ള വ്യൂ കാണിക്കാം, അപ്പൊ വ്യത്യാസം അറിയാം. കണ്ടില്ലേ, മിററിൽ ആ ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗം നമുക്ക് കാണാൻ ഒക്കത്തില്ല. അപ്പൊ നമ്മൾ രാത്രിയൊക്കെ റിവേഴ്സ് എടുക്കുമ്പോൾ ആ ഭാഗം തട്ടാനും ചളുങ്ങാനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളുക. വണ്ടി എടുക്കുന്നവർക്ക് ഈ വ്യൂവിന്റെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ എനിക്ക് ചിലപ്പോൾ എന്റെ ഓടിപ്പിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, മേ ബി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ലെഗ് റൂം കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ എൻ്റെ ഹൈറ്റ് കണക്കാക്കി ഇട്ടേക്കുന്നതാണ്. ഇത് ഫ്രണ്ട് സീറ്റ്. ഇനി ഇതേ പൊസിഷനിൽ തന്നെ നമുക്ക് ബാക്ക് സീറ്റും കൂടി ഇരുന്ന് നോക്കാം. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഡോർ അങ്ങ് ഒരു 90 ഡിഗ്രിയിൽ തന്നെ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനുമായിട്ട് വളരെ എളുപ്പമുണ്ട്. ഇതാ കണ്ടില്ലേ, മുട്ട തട്ടുന്നില്ല. പിന്നെയും കുറച്ച് സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ലോങ് ജേർണി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ആയിരിക്കും ബാക്കിൽ. പിന്നെ ഫാബ്രിക് സീറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇരിക്കാനൊരു സുഖമുണ്ട്. ഒരു കുഷ്യനിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീല് കിട്ടും നമുക്ക്. അപ്പൊ നമുക്കിതിനൊരു 14 കിലോമീറ്റർ ആണ് ഓവറോൾ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ വെയിറ്റ് ഞാൻ പറഞ്ഞു 850 കിലോ ആയിട്ട് കുറച്ചിട്ടും പ്രത്യേകിച്ച് മൈലേജിന്റെ ഫാക്ടറിൽ വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ എന്നേ ഉള്ളൂ. 14 കിലോമീറ്റർ ഓക്കെ ആണ്. ഇങ്ങനെ ഒരു പ്രീമിയം അല്ലെങ്കിൽ പോലും ആ ഒരു ഫീല് കിട്ടുന്ന ഒരു വണ്ടിക്ക് 14 കിലോമീറ്റർ പെട്രോളിലെന്ന് പറയുമ്പോൾ നല്ല മൈലേജ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനല് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.